നല്ല പടമായിരുന്നു. പഴയ ആ ഒരു നെക്കിഡ് ഗൺ സീരീസിൻ്റെ ലെസ്ലി നെൽസിൻ്റെ ആ ഒരു ഓറയും ആ ഒരു കോമിക് ടൈമിങ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് ഒബ്വിയസ്ലി അയാളൊരു പർട്ടിക്കുലർ ജോണർ മൂവീസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമ റീമേക്ക് ചെയ്യും, അതിൽ അതേ കോൺസെപ്റ്റിൽ നിന്ന് സിനിമ തിരികെ കൊണ്ടുവരുന്ന കാര്യം ഐ വാസ് എക്സ്പെക്ടിങ്. വളരെ സർപ്രൈസിങ് ആയിട്ടാണ് ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ലിയാം നീസോൺ തന്നെ ഈ ഇത് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ലിയാം നീസോൺ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, പിന്നെ എന്താ ഒരുപാട് ആക്ഷൻ മൂവീസൊക്കെ അദ്ദേഹം ചെയ്ത് സീരിയസ് റോൾസൊക്കെ ചെയ്ത് പെട്ടെന്ന് ഈ ഒരു റോൾ എങ്ങനെ അയക്കുന്ന എന്ന് വെച്ചാൽ നേരത്തെയുള്ള സിനിമ കണ്ടിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിന്നെ ആസ് ദ മൂവി വെൻ ഓൺ 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു ഫീലും ഇതൊക്കെ വന്നു തുടങ്ങി. പണ്ടത്തൊക്കെ ഭയങ്കര ഒരു നോ ബ്രെയിനർ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് മൂവി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നല്ലപോലെ എഴുതിയില്ലെങ്കിൽ ആൾക്കാർ പിടിച്ചെടുത്താൻ പറ്റില്ല. ഒരു സ്നാപ്സ്റ്റിക് ജോണറിന് പറ്റിയൊരു സാധനമാണ്. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് ഡയലോഗ്സ് കേട്ട് നമ്മളത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ യു വിൽ നോട്ട് ലൈക്ക് ദിസ്. പണ്ടത്തെ സീരീസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ എന്ന് ഞാൻ പറയില്ല. കാരണം അതിനൊരു ഒരു ചാമുണ്ട്. നമ്മളൊരു സ്നാപ്സ്റ്റിക് മൂവി ആണെങ്കിലും വളരെ ഞാൻ നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒരു സിനിമയാണെങ്കിൽ പോലും ആ പഴയ ഒരു സീരീസിൻ്റെ ഒരു ചാമില്ല. ബേസിക്കലി ആക്ടറുടെ ഒരു ഇതാണ്. നേരത്തെ ഇരുന്ന ആക്ടർ പെർഫോം ചെയ്ത രീതിയും ഇപ്പം ഈ നീസോൺ കൊണ്ടുവരുന്ന ഒരു കാര്യം രണ്ട് ഡിഫറെൻറ്റ് ചാമാണ്. അത് തറോബ്രഡ് ഒരു ഔട്ട്റൈറ്റ് ഒരു കോമഡി, സ്ലാപ്സ്റ്റിക് കോമഡി. ഇത് നല്ല അത് തന്നെയാണ് ചെയ്യാൻ നോക്കി. പക്ഷേ നമ്മൾ ഈ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ പല അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ആൾക്കാർ ഈ നേക്കഡ് ഗൺ എന്താണ് അവർ ഡെഫിനറ്റ്ലി ദേ ഗോ ബാക്ക് ടു ദ ഓൾഡ് സീരീസ് കാണും. അത് കാണുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും ഓക്കെ ഫൈൻ ദിസ് മൂവി ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് പണ്ടുണ്ടാക്കിയത്. അത് കാണുമ്പോൾ അവർ കാണാത്ത ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ്ലി ന്യൂ. ഫ്രണ്ട്സായിട്ട് വന്ന് ഏത് ഫോർമാറ്റിലും കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഈവൻ സ്മോൾ സ്ക്രീൻ, ബിഗ് സ്ക്രീൻ, 3D കൊണ്ടുവരുന്ന ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി ഒരു 1.5 മണിക്കൂർ keep your brains outside and just get entertained by the comedy happening around you. നമ്മൾ പണ്ടത്തെ ഇത് ആ ലെവലിൽ അല്ലെങ്കിൽ പോലും നമ്മൾ പ്രിയദർശൻ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പണ്ടത്തെ ജഗദീഷിൻ്റെയും എന്താ പറയുക ജഗതിയുടെയൊക്കെ ഓരോ മൂവ്മെൻറ്റ്സും ബോഡി മൂവ്മെൻറ്റ്സും അതിൽ നടക്കുന്ന കോമഡി ഓഫ് എറേഴ്സ് പോലത്തെ ഒരു ഫീല് കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു മലയാളി ഒരു ഓഡിയൻസിന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവി ഒന്ന് കാണാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ വന്ന ഈ സിനിമ ആണെങ്കിൽ ഇതിൽ ഡെഫിനറ്റ്ലി ബി എൻ്റർടൈൻ. പക്ഷേ ഈ സിനിമയുടെ പഴയ സീരീസ് ഒറിജിനൽ ഇത് കണ്ടതിന് ശേഷം വന്ന് ഇതൊക്കെ കാണുകയാണെങ്കിൽ ദിൽ ഹാവ് എൻ ഐഡിയ. അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഐ ഡോണ്ട് തിങ്ക് ഒരു മേ ബി ഐ മൈ ബി റോങ്, എന്നാലും ഒരു 15-year-old അല്ലെങ്കിൽ 20-year-old ചിലപ്പം ഈ ആദ്യത്തെ ഒരു നേക്കഡ് ഗണ്ണൊന്നും കണ്ടു കാണാൻ സാധ്യത ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇത് കാണാതെ വന്ന് ഇത് കാണുമ്പോൾ അവർക്ക് ഇത് എന്താണ് നടക്കുന്നത്, ഇത് ഇങ്ങനെയാണോ സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മറ്റ് കണ്ടതിന് ശേഷം ആ റെഫറൻസിങ്ങിൽ വന്ന് ഇത് കാണുമ്പോൾ ഇതിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ജോൺറസ് മൂവീസ്, ആക്ഷൻ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, നോ ബ്രെയിനർ, സ്ലാപ്സ്റ്റിക് കോമഡി. അതിന് ശേഷം വിൽ ഗെറ്റ് എൻ്റർടൈൻ.